അല്ല, ഇവിടെ ഇപ്പോ നേരെ വന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും വലിയ കുഴപ്പം കാണിച്ചത് കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഗവർണറാണല്ലോ. ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ടല്ലോ. MG യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി VC-മാരുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിൽ UDF ഗവൺമെന്റ് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? അതോടൊപ്പം തന്നെ ആ സെനറ്റിന്റെ പുനഃസംഘടന എല്ലാം സംഘപരിവാറുകാരെയല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മൾ അത്തരം നടപടികളെ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ സംഘർഷത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നവര് മറ്റു ചിലത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ആത്മാർത്ഥയോടെയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രം. ഈ പറഞ്ഞതിനോട് വേറെ വിയോജിപ്പൊന്നുമില്ല. അത്തരം ഒരു ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കേണ്ടത് എതിർക്കുക തന്നെ ചെയ്യും. അതിന് വേറെ സംശയമൊന്നുമില്ല. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങൾക്ക് ധൃതിപ്പെടില്ല. അപ്പോ അത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രതികരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തവര് പറയുന്നതിനോട് വലിയ തോതിൽ മുഖവിലക്കെടുക്കാൻ ആൾക്ക് പറ്റില്ല. കോവിഡ് ആകെ 4 മാസം ഉണ്ടായിട്ടുള്ളൂ. പ്രളയത്തിന്റെ ബുദ്ധിമുട്ട് 1 മാസം അനുഭവിച്ചത്, ആകെ 5 മാസം മാത്രം അനുഭവിച്ചത്. ഇത് സംബന്ധിച്ച് എന്താണ് താങ്കൾക്ക് പറയാൻ? അതിനൊക്കെ പറയാതിരിക്കലാണ് നല്ലത്. പ്രളയം എന്ന് പറയുന്നത് ആ പ്രളയം വന്ന് ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി അവസാനിക്കുന്ന ഒന്നാണോ? നമുക്കെല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യമല്ലേ. കോവിഡിന്റെ ഭാഗമായി വന്നിട്ടുള്ള തകർച്ച അത് എത്ര വലുതായിരുന്നു, എത്ര നാളാണ് നീണ്ടുനിന്നത്? അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഓൺലൈൻ മുഖാന്തരം നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് ഡിലേ, പലർക്കും മാസക്കണക്കിന് ഡിലേ വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോ നേരിട്ട് ഒപ്പിട്ട് കൊടുത്ത് കൊണ്ടുവന്നത്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഡിലേ കിട്ടുന്നവർക്ക് കിട്ടാനുള്ള ഉണ്ടായിരുന്നു? ഇപ്പം ഉള്ള സിസ്റ്റത്തിലാണ് ഈ പറയുന്ന മാറ്റം വന്നാലാണ് ഡിലേ വരിക. ആ ഡിലേ ഒഴിവാക്കുന്നതിനാണ് ഇത് ഏറ്റവും സഹായകരം. മാത്രമല്ല, ഞാൻ പറഞ്ഞ മറ്റേ കാര്യത്തിനാണ് ഇതിടയാക്കുക. അതാണ് കാണേണ്ടത്. ഈ പ്രതിപക്ഷ ഉപനേതാവ് കാര്യത്തില് അത് കഴിഞ്ഞു എന്നാണ് താങ്കൾ അന്ന് പിണറായി വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് അതൊക്കെ കഴിഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു? അതേ, കഴിഞ്ഞല്ലോ. ഇപ്പോ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞതാണ്. അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയാണ്? നാരെ വിട്ടുവീഴ്ച ഇതിന് വേണ്ടത്? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? അത് കാണുമല്ലോ, അത് ചർച്ച ചെയ്യുമല്ലോ. ഞാനും ബിനോയ് കാണുമില്ലേ? അത് വേറെ കാര്യം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നും വരില്ല. അതെ, അല്ല, അത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് പുറത്തിറക്കിയത്. താങ്കൾക്ക് കളവല്ലേ പറയാൻ കഴിയും? കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കണമെന്ന് മാത്രമാണ് കടലാസ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് അങ്ങക്ക് കളവ് മാത്രമേ പറയാൻ കഴിയൂ. അതെ അതെ അതെ. ആര് കളവ് പറയുന്നു, ആര് വസ്തുത പറയുന്നു എന്നൊക്കെ ഉള്ളത് കോടതിയുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ. അതില് പ്രവർത്തനം പരിശോധിക്കണമെന്ന് മാത്രമാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. കേസ് പരിഗണിച്ചപ്പോൾ നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. 2 അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് പാർലമെന്റിൽ ഇന്ന് ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ നല്ല. PM സനീർ, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ടു AAG, അദ്ദേഹം ഒപ്പിട്ട കടലാസാണിത്. ഇതില് it is contended that 2 non-Muslims are provided under the second proviso, 1 Shia and 1 other backward classes among Muslim community provided under the third proviso, 1 each from Bohra and
Agakham communities, which are to be nominated as per 4th proviso of subsection 1 of section 14, is not represented in the Waqf board as per the notification. ഒരു ഭാഗം. It is further contended that the determination of various clauses among Muslim community envisaged under section 14(6) has not been carried out by the government before insisting the above notifications. There is another contention that the persons who are appointed representing various classes specified under subsection 1 of section 14 was not fulfilling the necessary qualifications to represent a particular category. അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. Taking note of all the above facts and infirmities, the government is prepared to reconstitute the board strictly in compliance with the mandate of section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act 1995. എന്തായി പറഞ്ഞത്? ഞാനാണോ കളവ് പറഞ്ഞത്? എത്ര വേഗത്തിലാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതാണ് കാണേണ്ടത്. ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതാണല്ലോ. ഇത് കയ്യോടെ ഇതിന്റെ അടിയിൽ PM സനീർ സ്പെഷ്യൽ ഗവൺമെന്റ് ഫീഡർ ടു AAG എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട്. ആ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അതിന്റെ അപ്പുറത്തുള്ള കടലാസുകളും എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിലേക്കും ഞാനിപ്പോ പോകുന്നില്ല. അതായത് കേന്ദ്ര വഖഫാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന് വിരുദ്ധമായ നടപടി സ്വീകരിക്കാൻ ഏതൊക്കെ തരത്തിലാണ് പ്രായോഗികമായി സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയണമല്ലോ. ഇവിടെ ഒരു മുസ്ലിം മതവിഭാഗത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംവിധാനം, ആ സ്ഥാപനത്തിന്റെ നിയന്ത്രണം അമുസ്ലിമിന്റെ കയ്യിലാവണം എന്ന് പറയുന്നതിനോട് യോജിക്കാനാവുമോ? അതിനെതിരെയുള്ള ഫൈറ്റ് വലിയ തോതിൽ നടക്കുകയല്ലേ. അതിന്റെ ഭാഗമായിട്ടല്ലേ നൂറുകണക്കിൽ ഹർജികള് സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്. സുപ്രീം കോടതി വിധി പറയാൻ നിൽക്കുകയല്ലേ. നിങ്ങൾ എന്തിനാണ് ധൃതിപ്പെട്ട് അതിനോടൊപ്പം നിൽക്കുന്നത്, അതിനോടൊപ്പം ചേരുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സാവകാശം എടുക്കണ്ടേ? ആ അവസാനം വരെ നമ്മൾ നോക്കണ്ടേ? മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ? അവിടെയല്ലേ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പ്രശ്നം വരുന്നത്. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന്. ആ വരവ് നല്ലതല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കീഴടങ്ങലും ദാസ്യമനോഭാവവും വരുന്നത്. ആ കീഴടങ്ങലും ദാസ്യമനോഭാവവുമല്ല കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം, ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏത് ഗവൺമെന്റ് ആയാലും അതാണ് പ്രശ്നം. LDFന്റെ യോഗം ഇതുവരെ ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും അവലോകനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം LDF യോഗം ഒന്ന് ഫലം ഒരു തവണ കൂടി പിന്നീട് ഓരോരോ കക്ഷികൾ ആലോചിച്ചിട്ട് വരട്ടെ തീരുമാനിച്ചിരുന്നു. ഈ LDF യോഗം ചേരാൻ കഴിയുന്നില്ല, നിയമസഭാ കക്ഷിയുടെ സംയുക്ത യോഗം ചേരാൻ കഴിയുന്നില്ല. ഇതൊരു പ്രതിസന്ധിയായിട്ട് എന്തായാലും കാരണം ഒരു പ്രത്യേക പ്രതിസന്ധിയില്ല. LDF അല്ല അതിന്റെ വഴിക്ക് ചേരും. ഒരു പ്രത്യേക പ്രതിസന്ധിയും അതിന്റെ ഭാഗമായിട്ട് വരാനില്ല. അപ്പൊ നമുക്ക് ബാക്കി പിന്നെ കാണാല്ലേ. ആ ഓ ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാബരിയ പ്രസിഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അത് കേന്ദ്ര ഏജൻസി അന്വേഷണം എന്ന് പറയുന്നത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലപ്പെടുന്നത്. അത് വിഷയത്തിൽ എന്താണ് എന്ന് പറയാനുള്ളത്? അത് പിന്നീട് പറയാം. നമുക്കിപ്പൊ നിർത്തായതായാലും അതാ നല്ലത്. നല്ല കളിക്കാർ ജയിക്കട്ടെ. നിങ്ങളെല്ലാരും ഓരോ ടീമിന്റെ ഭാഗമാണല്ലോ അല്ലേ?